ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ജാൻമണി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള കുറേയധികം സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. ഇപ്പോൾ ജാൻമണിക്കെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ മറുനാടൻ വന്നിട്ട് ഷെഫീന ബീവിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അതിൽ മറുനാടൻ പറയുന്നുണ്ട് ഷെഫീന ബീവിയും നരേന്ദ്രമോദിക്കെതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു വോയിസ് പുറത്ത് വരുന്നുണ്ട്. അതായത് ഷെഫീന ബീവി കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്തു വരുന്നുണ്ട്. അത് മറുനാടനും പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കുറെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മറുനാടൻ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും മറുനാടന് പറയാനുള്ള എന്താണ് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന അവസ്ഥയുണ്ട്. ചില കള്ളന്മാരെ തച്ചിനിരുത്തി നല്ലത് തുടർച്ചയായി പറയിച്ച് മോശം പറയുന്നവരെ സൈബർ ആക്രമണം നടത്തി വലിയ മഹാന്മാരായി തട്ടിപ്പ് നടത്തുന്നവർ ഇവിടെയുണ്ട്. എന്നാൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ പോലും വെറുതെ വിടാത്ത കുറേ ജന്മങ്ങൾ വേറെയും. എന്ത് വിശ്വസിക്കണമെന്ന് സാധാരണ മനുഷ്യർക്കൊരു പിടിയുമില്ല. അത്ര സജീവമാണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ. നിരവധി ആളുകൾ ഒരു പണിയുമില്ലാതെ വായിട്ടലയ്ക്കാനും ചീത്ത വിളിക്കാനും അതിന് പേരിൽ വരുമാനം ഉണ്ടാക്കാനും സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു. സന്യാസിനിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കുറിയൊക്കെ തൊട്ട് കഴുത്തിൽ രുദ്രാക്ഷമൊക്കെ അണിഞ്ഞ് ഒരു സ്ത്രീ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നിരുന്ന് പച്ചത്തെറിയും അശ്ലീലവും പറയുന്നത് നമ്മൾ കാണാറുണ്ട്. ആ സ്ത്രീയെ ചില ഔദ്യോഗിക ഹൈന്ദവ ചടങ്ങുകളിലേക്ക് ചിലർ ക്ഷണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോവാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. കാഷായ വേഷം ധരിച്ച് ഫിനോയിൽ രമേശൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഈ ദിവസങ്ങളിൽ അറസ്റ്റിലായി. ഇങ്ങനെ അവഗണിക്കേണ്ടതായ അനേകം പേർ സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷെ ചിലരെയൊക്കെ അവഗണിച്ചാലും അവർ നമ്മളുടെ സ്ക്രോളിലേക്ക് കയറി വരും. അത്തരത്തിലൊരു സ്ത്രീയാണ് ഷഫീന ബീവി എന്ന ഒരു യൂട്യൂബർ. അവർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. ആരെക്കുറിച്ചും എന്തും പറയാം എന്നാണ് അവരുടെ ധാരണ. കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദൃശ്യം അവർ തന്നെ പുറത്തുവിട്ടു. ഇറങ്ങി ഓടും, തിരിച്ചു വരും, ടോയ്ലറ്റിൽ പോകും, മുള്ളുന്നതിന് റെക്കോർഡ് ചെയ്യണമെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കുട്ടി വീഡിയോ ആണ് അവരുടേത്. ഇത്തരത്തിൽ എന്ത് വൃത്തികേടും എന്ത് കോപ്രായവും പറയുന്ന ഇവർ നിരവധി തവണ പലതരത്തിലുള്ള വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട്. നടി മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ ചെയ്തൊരു വീഡിയോയുടെ പേരിൽ രഞ്ജിനി ഹരിദാസും ഭാഗ്യലക്ഷ്മിയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. രഞ്ജിനി ഹരിദാസ് പറഞ്ഞത്, കൊല്ലുന്നത് നിയമപരമാക്കിയാൽ താൻ ആദ്യം കൊല്ലുന്നവരിൽ ഒരാൾ ഈ ഷഫീന ബീവിയാണെന്നാണ്. മതം വിട്ടതിന്റെ പേരിൽ തൻ്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ അടുത്ത് പോയി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞ് ജാമിദ ടീച്ചർ ഈ ഷഫീന ബീവിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. രേണുസുധിക്കെതിരെ അവർ നിരന്തരമായി എന്തൊക്കെയോ പറയുകയോ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ രേണുസുധി വേറെന്തോ പണിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് നിരന്തരം അപമാനിക്കുന്നത് ഇവരുടെ രീതിയായിരുന്നു. ഈ രേണുസുധിയുമായിട്ടുള്ള യുദ്ധത്തിന്റെ പുറത്താണ് ഞാൻ വല്ലപ്പോഴുമൊക്കെ ഇവരെ ശ്രദ്ധിച്ചത്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നവരായതുകൊണ്ട് ചിരി മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും രേണുസുധിയുടെ പരാതിയുടെ പുറത്ത് ഷഫീന ബീവിയുടെ കൂട്ടുകാരൻ ദിലീഷ് അങ്ങനെ ആരോ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്തയും കേട്ടു. എന്തായാലും ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയെ മറ്റൊരു ലോകമാക്കി മാറ്റി വൃത്തികേടുകൾ പറഞ്ഞ് പൊളിച്ച് രസിച്ച് ജീവിക്കുകയാണ്. ഇവർക്കെതിരെയൊക്കെ നിയമ നടപടികൾ എടുക്കാൻ പരിമിതികളുണ്ട്. ഒന്ന്, നമ്മുടെ ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതിനെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. രണ്ട്, അവഗണിക്കേണ്ടവർക്കെതിരെ കേസെടുത്ത് പോലീസിന് സമയം കളയേണ്ടതുമില്ല. ഈ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇവർ അതിരുവിട്ട് തോന്നിയാസങ്ങൾ പറയുമ്പോൾ എങ്ങനെ അവഗണിക്കാൻ കഴിയും? ഇന്നലെ എനിക്ക് ഒരാൾ ഇവരുടെ ക്ലബ് ഹൗസിലെ ഒരു പെർഫോമൻസ് അയച്ചു തന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം, പക്ഷെ ഒരു കാര്യവുമില്ല. അതിൽ 90% ബീപ്പ് ചെയ്യേണ്ടി വരും. അത്രമാത്രം അശ്ലീല വാക്കുകൾ അവർ മോദിയെ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു ഫാഷനാണ് മോദിയെ തെറി പറയുക, അതിൽ ആനന്ദം കണ്ടെത്തുക. വാസ്തവത്തിൽ ഞാനതിനെ നമ്മുടെ ജനാധിപത്യത്തിന് വിജയമായാണ് കാണുന്നത്. മോദി ഒരു ഫാസിസ്റ്റ് ആണെന്നും മോദിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിടുമെന്നൊക്കെ പറയുന്നിടത്താണ് മോദി CJPയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു മന്ത്രിയെ തന്നെ രാജിവയ്പ്പിക്കുന്നത്. ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സകലരും മോദിയെ ചീത്ത വിളിക്കുന്നത്. ഈ സ്ത്രീ പച്ചത്തെറി അവർ പറയുന്നത്, മോദിയെ കണ്ടാൽ ഞാൻ കൊല്ലും, മോദി എൻ്റെ മുമ്പിലെങ്കിലും വന്ന് പെടരുത്, എൻ്റെ മുമ്പിലെങ്ങാനും വന്നാൽ ഞാൻ അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യും, ഞാൻ അവർക്ക് അവസരം കിട്ടിയ കൊല്ലും, വൃത്തികെട്ടവൻ എന്ന് പറയുന്ന പറയാത്ത തെറികളൊന്നുമില്ല. ഒരു സെന്റൻസിൽ 10 വാക്കുണ്ടെങ്കിൽ 7 വാക്കും തെറിയാണ്. അത് ബീപ്പ് ചെയ്ത് എനിക്ക് കേൾപ്പിക്കാൻ കഴിയൂ. പ്രേക്ഷകർ കേൾക്കുക. അവനെ പോലെ ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി.
വന്നോട്ട് കിടക്കുന്നു എനിക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? പലതന്തയ്ക്കുണ്ട് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല അത് കൊള്ളണവിടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടാക്കിയ 6 കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം അവൻ. എന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കലേ ഞങ്ങൾ തിരിച്ചും പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും. നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പല തന്തയ്ക്കുണ്ടായ ഇങ്ങനെയൊക്കെ തോന്നൂടെ? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഈ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ ഞാൻ തയ്യാറില്ല. നോക്കൂ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു സ്ത്രീ ഒരു പബ്ലിക് ഫോറത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് പറഞ്ഞോളൂ. മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചോളൂ, സംഖ്യ എന്ന് വിളിച്ചോളൂ. പക്ഷേ പ്രധാനമന്ത്രിയെ പച്ചത്തെറി വിളിക്കുക, കണ്ടാ കൊല്ലൂ എന്ന് പറയുക, കണ്ടാൽ അടിക്കുമെന്ന് പറയുക, ഇതൊക്കെ ഏതുതരം ജനാധിപത്യ ബോധമാണ്? എന്തുതരം മനസ്സാണ്? ഇത്തരക്കാരെ എങ്ങനെ വിശ്വസിച്ച് ഈ രാജ്യം മുമ്പോട്ട് പോകും? മോദിയെ കണ്ടാൽ അവർ ചൊറിയുമെന്നൊക്കെ പറയുന്നത് മോദിയുടെ സെക്യൂരിറ്റിക്കാരൻ യന്ത്രത്തോക്കം കൊണ്ട് നിൽക്കുന്ന വെറുതെയല്ല, അതവിടെ നിൽക്കട്ടെ, ചൊറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഇവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തല്ലണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പച്ചയ്ക്ക് തെറി വിളിക്കണം. ഇതെന്ത് തരം ജനാധിപത്യമാണ്? ഈ ജനാധിപത്യത്തിന് എന്ത് പേരിട്ട് വിളിക്കണം? ഇവർക്കെതിരെ കേസെടുക്കാനും ജയിലിലടയ്ക്കാനും നിയമമില്ലേ? ഇവരൊരു ഭിന്നശേഷിക്കാരിയാണെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ അതിരുവിട്ട് പറയുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ലേ? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ആ പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. കൂട്ടിക്കൊടുപ്പുകാരൻ, വൃത്തികെട്ടവൻ, അമ്മയെ പറ്റിച്ച് എന്തെല്ലാമാണ് പറയുന്നത്. ഇതൊന്നും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ലെങ്കിൽ സങ്കടമാണ്. വളരെ കഷ്ടമെന്നല്ലത്, ഒന്നും പറയാനില്ല. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഫാഷനായി മാറുന്നത്? കേരളത്തിൽ മാത്രം ഇത്രമാത്രം മോദി വിരോധം എങ്ങനെയാണ് വരുന്നത്? ജാൻമണി എന്ന പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കഴിഞ്ഞ ദിവസം എന്തൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. മോദിയുടെ അച്ഛൻ മരിച്ചു 3 വർഷം കഴിഞ്ഞാണ് മോദി ഉണ്ടായത്, 3 വർഷമായിരുന്നു അമ്മയുടെ ഗർഭം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതിനെതിരെ പരാതിയുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അതിര് കവിഞ്ഞു പോകുന്നതാണ് ഈ വൃത്തികെട്ട തെറിവിളി, ഈ കൊലപാതക ഭീഷണി. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവന്നേ മതിയാവും. ഇങ്ങനെ പോയാൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം, എന്ത് ക്രിമിനൽ കുറ്റവും ചെയ്യാവുന്ന അവസ്ഥ മാറണം. ഒന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്ന പലരുടെയും അഡ്രസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവരുടെ ഒന്നും പേര് നമുക്കറിയാൻ പറ്റില്ല, ഇവരുടെ ഒന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിർബന്ധമായും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നവർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് നിയമം കൊണ്ടുവരണം. യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൃത്യമായി ആധാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡന്റിറ്റി കാർഡോ, ഒറിജിനൽ ഐഡന്റിറ്റി കാർഡോ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ആർക്കും ഈ കള്ളപ്പേരിൽ വന്ന് ആരെയും അപമാനിക്കാം. പലപ്പോഴും ഈ വ്യാജ പേരിലാണ് പലരും വരുന്നത് നിയമത്തെ മറികടക്കാൻ വേണ്ടി. എന്ത് തോന്നിയാസം ഇവർ വിളിച്ച് പറയുന്നു. ഈ തോന്നിയാസങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വസ്ഥത കെടും. ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നിയമനിർമ്മാണം ആവശ്യമാണ്. ഉത്തരവാദിത്വമില്ലാത്തവരാരും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ആരെയും വിളിച്ചു പറയേണ്ട. ഈ സ്ത്രീക്കെതിരെ കേസെടുത്തേ മതിയാവും. മോദി വിമർശനാതീതനൊന്നുമല്ല, മോദിയെ വിമർശിക്കാം, പക്ഷേ രാജ്യത്തിന് പ്രധാനമന്ത്രിയെ പദവി ആദരിക്കണം. വിമർശനം എങ്ങനെയല്ല, ഇവർക്കെതിരെ നിർബന്ധമായും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണം. ഈ വീഡിയോ കോടതി കേൾക്കട്ടെ, ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരട്ടെ. മോദി എന്നല്ല ഒരു വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ പാടില്ല. IT ആക്ടിലെ 67 എന്ന ജാമ്യമില്ലാ വകുപ്പ് തന്നെ ചുമത്തി ഇവരെ ജയിലിലടക്കണം. ഇതൊരു പാഠമാവണം. രാജൻ ജോസഫ് എന്ന് പറഞ്ഞ യൂട്യൂബർ സ്ത്രീകളെ കുറിച്ച് ഒരുപാട് വൃത്തികേടുകൾ പ്രതിപ്പോൾ ജയിലിലാണ്, കുറെ കാലമായി. ആരെങ്കിലും ബഹളം വയ്ക്കുന്നുണ്ടോ? കാരണം സ്ത്രീകളെ കുറിച്ച് അശ്ലീലം പറഞ്ഞുകൊണ്ട് പാവത്താനാണ്, ആരോ തിരികയറ്റി വിട്ടതാണ്. പക്ഷെ സ്ത്രീകളെ കുറിച്ച് മോശം പറയാൻ ജയിലിലായി. ഇത്തരത്തിൽ അശ്ലീലം പറയുന്നവരെ, നിയമവിരുദ്ധമായി മറ്റുള്ളവരെ അപമാനിക്കുന്നവരെ, ഇൻസൾട്ട് ചെയ്യുന്നവരെ വെറുതെ വിട്ടാൽ പിന്നെ നമ്മുടെ നിയമ സംവിധാനം നോക്കുകൂത്തിയാവും. അതുകൊണ്ട് ഈ സ്ത്രീയുടെ ഈ വൃത്തികെട്ട സംഭാഷണത്തിന്റെ പുറത്ത് ഉത്തരവാദിത്വത്തോടെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് എല്ലാവർക്കും ഒരു പാഠമാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തില് നമുക്ക് ഷെഫീന ബീവിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. കാരണം അവരുടെ ഒരു വോയിസ് പുറത്തു വരുന്നുണ്ട്. അത് ഷെഫീന ബീവി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ തെറ്റ് ആര് ചെയ്താലും തെറ്റെന്ന് തന്നെ പറയണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള ഷെഫീന ബീവി തന്നെ തുറന്ന് പറയട്ടെ. ഇത് എന്താണ് ഇതിന്റെ കാരണം, അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ അവര് തന്നെ വന്ന് പറയട്ടെ. എന്തായാലും മറുനാടനൊക്കെ ഭയങ്കര കലിപ്പിലാണ്. ഇപ്പൊ തന്നെ ഷെഫീന ബീവി അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.